Hey guys, welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് വീഡിയോ ആണ് നമ്മൾ റോബോട്ടിന് കൊടുക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ഇതെടുക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അതുകൊണ്ട് നിങ്ങൾ വളരെ ലെങ്ത് കുറഞ്ഞൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമും ബാക്കിയുള്ള പ്ലാറ്റ്ഫോം ഇതേപോലെ സ്ക്രോൾ ചെയ്ത് റീൽസ് സ്ക്രോൾ ചെയ്ത് പോകാൻ നേരത്തെ ഇങ്ങനെ ആഡായിട്ട് കാണാറുണ്ട്. അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സർഫസ് ഏരിയ മൊത്തം ഭയങ്കരமான പൊടി എന്ന് പറഞ്ഞാൽ ഫുൾ പൊടി. അതിനെ ഒരു റോബോട്ട് ഒന്ന് വളരെ ഈസി ആയിട്ട് വളരെ നിഷ്പ്രയാസം വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി വൃത്തിയാക്കി പോകണം. അതായത് ഫുള്ള് ക്ലീൻ ചെയ്യും, ഒരു പൊടിയില്ല, ആ രീതിയിൽ ക്ലീൻ ചെയ്ത് പോകണം ഒരു വീഡിയോ. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു, നമുക്കും ഒരു റോബോട്ടുണ്ട്, യവൻ ഇതൊക്കെ പറ്റും, ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഉള്ളതാണ്. അത് അവർ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു ആഡിന് വേണ്ടിയിട്ടുള്ള ഗിമിക്കായിട്ടുള്ള വീഡിയോ ആണ്, അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാൻ വലിയ പാടൊന്നുമില്ല. ഞാൻ വിചാരിച്ച് നമ്മളെ ഫ്ലോർ അത്യാവശ്യം വൈറ്റാണ്, മാർബിളാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു പൊടി കിടക്കണതായിട്ട് അറിയണമെങ്കിൽ അത്യാവശ്യം കറുത്ത എന്തെങ്കിലും വേണം എന്നുള്ളത് കൊണ്ട് നമ്മളത് ഈ ഒരു ഐറ്റം നമ്മൾ ഒരു തേയിലപ്പൊടി വാങ്ങിച്ചു. തേയിലപ്പൊടി നമ്മൾ താഴെ അത്യാവശ്യം കുറച്ച് ഏരിയയിൽ ഫുള്ള് തേയിലപ്പൊടി ഇടും. തേയിലപ്പൊടി ഇട്ടതിന് ശേഷം ഇതിന് നമ്മൾ ക്ലീനിങ്ങിന് വിടും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണ്, എത്രത്തോളം ക്ലിയർ ആക്കും ഈ സാധനം എന്നുള്ളത്. അതായത് നമ്മൾ വൈവുണ്ടോ ഇപ്പോൾ നിങ്ങളൊരു റോബോട്ട് വാക്കിംഗ് എടുക്കാൻ പ്ലാനുണ്ട്, പർച്ചേസിങ് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. കാരണം എന്ന് വെച്ചാൽ Y1 Pro മാത്രമല്ല, അത്യാവശ്യം ഏതാണെങ്കിലും ഇതേപോലെയൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ്. അതിൻ്റെ സ്പെക്കിൽ വ്യത്യാസമുണ്ട്, സക്ഷൻ പവർ കൂടുതലായിരിക്കും. എന്നാൽ Y1 Proയിൽ അത്യാവശ്യം 6000 PA സക്ഷൻ പവറുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് അറിയാൻ പറ്റും ആവറേജ് ഇതേപോലൊരു സാധനം എങ്ങനെ പെർഫോം ചെയ്യുന്ന അറിയാൻ പറ്റും. ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ക്ലീൻ ചെയ്ത പൊടി പോകൂലേ എന്നൊക്കെ ഡൗട്ടുള്ളവർക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്കും നിങ്ങൾക്കും അറിയാൻ പറ്റുള്ളൂ ഇത് എത്രത്തോളം ക്ലീൻ ആവുമെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി ഇത് നമ്മൾ ഒരു ചെറിയൊരു പോർഷൻ മൊത്തം നന്നായി ഫില്ല് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഇരിക്കുന്ന ക്വാണ്ടിറ്റി കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. എന്നാലും ഇത് അധികം ലെങ്തി ആവേണ്ട എന്നുള്ളത് നമ്മൾ കുറച്ച് ടൈം ലാപ്സ് ആക്കണം കേട്ടോ ഈ വീഡിയോ. ഇപ്പോൾ അറൗണ്ട് ഏകദേശം പകുതി കൂടുതൽ നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടലിൽ അറൗണ്ട് നമ്മൾ 200 ഗ്രാം തേയില അടുപ്പിച്ച് നമ്മളിപ്പോൾ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പോർഷൻ എന്തായാലും നമുക്ക് ഫില്ല് ചെയ്യാറുണ്ട് ഇതിനകത്ത്. പക്ഷേ പലയിടത്തും ഒരു നല്ല തിക്നെസ്സിലാണ് നമ്മൾ ഇട്ടേക്കണത് കേട്ടോ. കാരണം നമ്മൾ കറക്റ്റ് സ്പ്രെഡ് ചെയ്തിടാൻ പറ്റില്ല, ചിലയിടത്ത് തിക്നെസ് കൂടിപ്പോയി, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. എന്തായാലും ഒരു 10-200 ഗ്രാം അടുപ്പിച്ചുള്ള തേയിലപ്പൊടി ഇപ്പം നമ്മളെ ഫ്ലോറിലുണ്ട്, തറയിലുണ്ട്. നമുക്ക് എന്തായാലും റോബോട്ടിനെ വിടാം. റോബോട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മളെ പയ്യൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഞാൻ വിചാരിച്ചതിനെക്കാട്ടി കുറച്ച് ബെറ്റർ ആയിട്ട് അത് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പോർഷൻ കണ്ടാൽ നിങ്ങൾ, ആ ഒരു പോർഷൻ അടിപൊളിയായിട്ട് വളരെയധികം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സംഭവം ഇത് കുറച്ച് വെളിയിലോട്ട് പോകണം. നമ്മളൊരു സോൺ ഏരിയയാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കേണ്ടത്. അപ്പോൾ അത്രയും സോണ് അത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് കുറച്ച് സൈഡിലോട്ടൊക്കെ പോണത്. ഈ ഒരു കറക്റ്റ് ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് മാപ്പിൽ സോൺ ഏരിയ കൊടുക്കാൻ പറ്റില്ല. എനിക്ക് മിനിമം 3/3 അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട് കേട്ടോ. അതിനകത്തുള്ള ഏരിയ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ വീണ്ടും ഞാൻ വിചാരിച്ചതിനെക്കാട്ടി ഭയങ്കര അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നത്. കറക്റ്റ് ക്ലീൻ ചെയ്ത് വരച്ച് വിട്ട പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ടൈം ലാപ്സ് ആക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ പ്രതീക്ഷേനെക്കാട്ടി ഇത് എന്താന്ന് പറയുക ക്ലീൻ ചെയ്യാനുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വൈറ്റ് കളർ ചില സ്ഥലത്ത് നമ്മൾക്ക് കുറച്ച് വൈറ്റ് ആയിട്ട് കാണാമെന്നുണ്ടെങ്കിലും ബാക്കി ഒരുപാട് പോർഷനിൽ നമ്മൾ ഇട്ടേക്കുന്ന നല്ല തിക്നെസ്സിലുണ്ടായിരുന്നു. കവർന്ന് വീണപ്പോൾ നല്ല തിക്നെസ്സിലാണ് വീണിട്ടുള്ളത്. വളരെ എനിക്കിവിടെ ഭയങ്കര അപ്പോൾ നമ്മൾ ഈ റീലിൽ കണ്ടത് ചുമ്മാ തള്ളല്ല കേട്ടോ, ഉള്ളതാണ്. വളരെ മെച്ചമുണ്ട് കേട്ടോ. നമ്മൾ ഒരു എന്താന്ന് പറയാൻ ഞാൻ കുറച്ച് ഇമ്പ്രസ്സായി. ഇപ്പം നമ്മളെ പയ്യൻ തീരെ മോശമല്ല എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അറൗണ്ട് അത് ഏകദേശം അതിൻ്റെ ഒരു ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ റോബോട്ട് ക്ലീനിങ് കഴിഞ്ഞ് സ്റ്റേഷനിൽ പോകുന്നതാണ് തോന്നുന്നത്. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൊടുത്തേക്കുന്ന ആ സോൺ അറൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കൂടെ വീണേണ്ടി വരും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇട്ട ആ ഒരു തേയിലപ്പൊടിയുടെ ഒരു 97% നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും അത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ കാണുന്ന കുറച്ച് പോർഷൻസ്, പിന്നെ നമ്മൾ തീരെ പൊടിയായിട്ട് നമ്മൾ ക്യാമറയിൽ അത്രയും കിട്ടൂല, എന്നാലും കുറച്ച് തറയിലുണ്ട്. അത്രയും പോർഷൻസ് മാത്രം നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. ആ സംഭവം ശരിയാണ്. ആശാൻ തിരിച്ച് സ്റ്റേഷനിൽ പോവുകയാണ്. കുഴപ്പമില്ല, നമുക്കൊന്നും കൂടെ ഇവിടെ നമുക്കതാണല്ലോ പണി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു റൗണ്ടും കൂടെ പയ്യനെ വിട്ടു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് ക്ലീൻ ആവുമോ നമുക്ക് നോക്കാം. നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് സോണ് നമ്മൾ നേരത്തെ കൊടുത്തതിനെക്കാട്ടി കുറച്ചും കൂടെ ചെറുതാക്കി സോണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു റൗണ്ട് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ വെച്ചൊന്ന് തുടച്ച് നോക്കും, വൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാരണം തീരെ തേയിലപ്പൊടിയുടെ തരി നിങ്ങൾക്ക് അറിയില്ല, അത്രയും ചെറുതായതുകൊണ്ട് ക്യാമറ എത്രയും ഹൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. എന്നാൽ പോലും തുടയ്ക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും കയ്യിലെത്ത് എന്തുമാത്രം തേയിലപ്പൊടി വരണമുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇനിയൊരു ആക്ച്വലി അത് അതിൻ്റെ മൊത്തത്തിൽ ഒന്ന് കറങ്ങിയിട്ടുണ്ട്. ഇനി നടുക്കുള്ള ആ ഒരു പോർഷൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം അപ്പോൾ എനിക്ക് തോന്നുന്നു അറൗണ്ട് നമ്മളിപ്പോൾ 2 പ്രാവശ്യം കൂടെ വിട്ടപ്പോഴത്തേക്കും ഒരു 6 മിനിറ്റിന് താഴെ എടുത്തോളൂ കേട്ടോ, ഇത്രയും ക്ലീൻ ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കണ വേറെ ഒന്നുമല്ല, ഇത് ഇതേപോലുള്ള പൊടികൾ എന്തുമാത്രം എടുക്കും എന്നുള്ളതാണ്. നമുക്ക് കണ്ണിൽ കാണാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ തേയില പൊടി ഇതിനകത്തിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ അത്രയും ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കിപ്പം വീഡിയോയിൽ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് വിഷ്വലി നമുക്ക് ക്യാമറയിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല, കാരണം അത്രയും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഞാൻ കണ്ടുകൊണ്ട് നോക്കിയിട്ടും കാണാനില്ല. ഇനി ആകോട്ടൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയിൽ തുടച്ച് നോക്കുക. തുടച്ച് നോക്കുമ്പോഴത്തേക്ക് വല്ലതും ഉണ്ടായില്ലേന്ന് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഏകദേശം ഇപ്പം ഇതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റോബോട്ടിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ആശ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട്. നമുക്കൊന്ന് കൈവച്ച് തുടച്ച് നോക്കാം കേട്ടോ എന്തുമാത്രം ഉണ്ടെന്ന്. അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത്യാവശ്യം എന്നല്ല, തീരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം കേട്ടോ. ഒരു മിനിറ്റ്, ഇത്രയും ആണ് നമ്മൾ ഒരു റൗണ്ട് തുടച്ചപ്പോഴത്തേക്ക് നമുക്ക് വന്നത്. അതായത് നമ്മൾ ഇട്ടത് അറൗണ്ട് 200 ഗ്രാം 210 ഗ്രാം അടുപ്പിച്ചുള്ള തേയിലപ്പൊടി നമ്മൾ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഈ 2 പ്രാവശ്യം ഈ നമ്മളെ പയ്യൻ ഇറങ്ങിയതിന് ശേഷം മിച്ചമുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമാണ് തറയിലുള്ളത്. അതൊരു വലിയ ഇഷ്യൂ അല്ല. ഒരു പ്രാവശ്യം കൂടെ ക്ലീനിങ്ങിന് വിടാൻ നേരത്തെ അത് മൊത്തം എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് അതൊരു കുഴപ്പമുള്ള കേസ്. സംഭവം കൊള്ളാം, ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ആ റീലിൽ കണ്ട ഒരു ഗിമിക്കായിരിക്കും, ഇത്രയൊന്നും ഇതെടുക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഓൾറെഡി എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഇപ്പോൾ എത്രത്തോളം ഫില്ലായി കാണുമെന്നുള്ളത്. നമുക്ക് അതും കൂടെ നോക്കാം. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടാങ്കിന് സ്ഥലമില്ല. അതായത് ഇതിൻ്റെ ഡസ്റ്റ് ഇനി കളക്ട് ചെയ്യുന്ന സ്ഥലമില്ല. ഞാൻ ഇപ്പോൾ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, ഫുള്ള് ഫില്ലായിരിക്കുകയാണ്. നമ്മൾ ഇട്ട കറക്റ്റ് 200 അല്ല 210 എത്രയാണോ അത്രയും ഗ്രാം തേയിലപ്പൊടിയും ഫുള്ളാ നമ്മളെ ബിന്നിനകത്ത് തന്നെ ഉണ്ട്. അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടു. വളരെ കിടിലം ഒരു പെർഫോമൻസ് ആണ് നമ്മളെ പയ്യൻ കാഴ്ചവെച്ചത്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതേപോലൊരു മെഷീൻ എടുക്കുക, റോബോട്ട് വാങ്ങാൻ വേണ്ടി വാങ്ങിയ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ പറയല്ല, ഒരു സൂപ്പർ ഐറ്റമാണ്. പക്ഷേ നമ്മൾ കറക്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ടെക്നിക്കൽ വശവും കാര്യങ്ങളും അനുസരിച്ച് നമ്മൾ കറക്റ്റ് യൂസ് കഴിഞ്ഞാൽ ഒരു അടിപൊളി സാധനമാണ്. വേറെ ഡൗട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ സാധനം വാങ്ങിച്ചതിന് ശേഷം. ഇനി വാങ്ങിക്കണമെങ്കിൽ ഇതിൻ്റെ അപ്ഗ്രേഡ് വെർഷൻ അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കൂടിയ വെർഷൻ മാത്രമേ നമ്മൾ വാങ്ങിക്കുള്ളൂ, കാരണം അത്രത്തോളം യൂസ് ഉണ്ട് ഇതിനെ കൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത ആഴ്ച ഒരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.